എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മലേഷ്യയിലെ മൂന്നാമത്തെ ദിവസം നമ്മൾ ലാസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ജലൻ പെറ്റ്ലാങ് എന്ന് പറയുന്ന ഒരു ചൈന മാർക്കറ്റിലേക്കാണ്. ഇവിടെ ചൈനയുടെ എല്ലാ സാധനങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും, നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് എന്തായാലും ഇന്ന് നൈറ്റ് നമ്മൾ അവിടുന്ന് പോരും. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ്. പിന്നെ നമ്മളന്ന് പോയ മാള് പോലെയൊന്നും അല്ല കേട്ടോ, കുറച്ച് നല്ല ചൂടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്, പ്ലേസാണ്. പക്ഷേ നമുക്ക് വില പേശി ബാർഗെയിനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. ഞങ്ങൾ നമുക്ക് ഈ ബീഡ്സ് ഇട്ടിട്ടുള്ള കുറേ കൈ ചെയിനുകളൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ നോക്കി, ബാഗുകൾ നോക്കി. ചൈനയിൽ എന്ത് ഡ്യൂപ്പായിട്ടുള്ള ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ്സിൻ്റെയൊക്കെ ഡിറ്റോ നമുക്ക് മനസ്സിലാവില്ല, അത്രയും ഡിറ്റോ ആയിട്ടാണ് അവർ അതിൻ്റെ ഡ്യൂപ്പായിട്ടുള്ള അതിൻ്റെ കോപ്പി നമുക്ക് അവർ കാണിച്ചു തരുന്നത്. എനിക്ക് ചിലതൊക്കെ കണ്ടിട്ട് എന്താ പറയുക, എനിക്ക് അത് റിയലാണെന്ന് നമുക്ക് തോന്നും. ആ രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ നടന്നു പോയി, ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി കണ്ടു കേട്ടോ. ഇവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബാഗ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ 1-2 കീ ചെയിൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്ന 1-2 മൊമെൻറ്റ്സുകളൊക്കെ, മെമ്മറീസൊക്കെ സേവ് ചെയ്യാനായിട്ട് നമ്മൾ 1-2 മലേഷ്യൻ മെമ്മറികളൊക്കെ സേവ് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബാഗ്സൊക്കെ അടിപൊളിയാണ്. ഇതിനൊക്കെ 10 റിങ്കറ്റാണ് ഉള്ളത്. 10 റിങ്കറ്റ്, 5 റിങ്കറ്റ്, 2 റിങ്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞങ്ങൾ കുറേ നോക്കി. നമ്മുടെ ക്ലോത്ത്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവരുടെ എന്താ പറയുക, ബനിയൻ ടൈപ്പിലുള്ള ക്ലോത്തുകൾ, പിന്നെ ചെരുപ്പുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നി കേട്ടോ എനിക്ക്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ കുറച്ച് കൊറിയൻ ടൈപ്പിലുള്ള കുറച്ച് കമ്മലുകൾ, പിന്നെ ബാഗുകൾ, ഇതൊക്കെ അവിടുത്തെ സ്പെഷ്യലാണ്. പിന്നെ അവരുടെ സ്ട്രീറ്റ് ഫുഡുകൾ. പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം അവിടെ മലേഷ്യയിൽ പോയിട്ട് സ്ട്രീറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവർക്ക് അതത്ര സെറ്റായില്ല എന്ന് നമ്മുടെ അടുത്ത് 1-2 ആൾക്കാർ പറയാറുണ്ട്. നമ്മൾ സ്ട്രീറ്റ് ഫുഡൊന്നും നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ല. വേറൊന്നുമല്ല, ഇനി അവിടെ വന്നിട്ട് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് സ്ട്രീറ്റിൽ നിന്നൊന്നും നമ്മൾ കഴിച്ചില്ല. നല്ല 1-2 ഹോട്ടൽസിൽ നിന്നായിരുന്നു, അതും ഇന്ത്യൻ ഹോട്ടൽസായിരുന്നു നമ്മൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെന്നപ്പോൾ ഞാനൊരു ജ്യൂസ് ഷോപ്പ് കണ്ടു കേട്ടോ. കരിമ്പിൻ്റെ ജ്യൂസ്, അതുപോലെ തന്നെ ഇളനീരൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടു. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ വരില്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ വാങ്ങിച്ചു. ഇങ്ങനത്തെ കുറച്ച് കീ ചെയിൻസ്, വാച്ചസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എത്ര ഇതുണ്ടെങ്കിലും നമുക്കിങ്ങനെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ നല്ല മാലകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് കുറേ പർച്ചേസ് ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ കുറേ നേരം നടന്ന് അവർക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പം നമുക്ക് എന്താ പറയുക, അങ്ങോട്ട് മലേഷ്യയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് ലഗേജിൻ്റെ വെയിറ്റിനൊരു പ്രശ്നമുണ്ട്. 7 kg. അതിപ്പോൾ തായ്ലാൻഡിലാണെങ്കിലും ഏത് സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും അവരൊരു വെയിറ്റ് പറയുമല്ലോ. ആ വെയിറ്റിലുള്ളതല്ലേ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ജ്യൂസ് ഷോപ്പ് ഞാൻ പറഞ്ഞത്. ഇവിടെ കരിമ്പിൻ്റെ ജ്യൂസ്, അതുപോലെ തന്നെ പിന്നെ കരിക്കിൻ്റെ ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഇങ്ങനത്തെ ഇതാണ്ടോ, ഈ ഫ്രിഡ്ജിലൊക്കെ വെക്കാനുള്ള സാധനമൊക്കെ അവർ കാണിച്ചു തന്നു കേട്ടോ. നമ്മളതൊക്കെ നോക്കി കുറേയൊക്കെ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ 7 kg അല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് വല്ലാതെ കുറേയൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. കുറച്ചൊക്കെ വാങ്ങിച്ചു, കുറച്ചൊക്കെ നമ്മളിങ്ങനെ നോക്കി നടന്ന് കണ്ട് ആസ്വദിച്ചു കുറേ.
ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർ എന്തെങ്കിലുമൊക്കെ ഒരു ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഒരു ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ടെങ്കിൽ അവർ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അവർ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരാളും വെറുതെ ഇരിക്കുക, നമ്മുടെ നാട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചിരിക്കുക, അങ്ങനത്തെയൊക്കെ ആണ് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുക. പക്ഷേ ഇവിടെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ ജോലി, എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ട സ്ഥലങ്ങളിൽ. ഇനി നമുക്ക് കൂടുതലൊന്നും അറിയില്ല അവരെക്കുറിച്ച്. അപ്പം ഞാൻ കണ്ട സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അതുണ്ടോ കാർട്ടിയറിൻ്റെയൊക്കെ പെന്ന്, മൂൺ പ്ലാങ്കിൻ്റെ പെന്ന്, അങ്ങനെ എല്ലാം കോപ്പി അവിടെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇങ്ങനത്തെ ചൈന മാർക്കറ്റുകൾ ഞാൻ UAE പോകുമ്പോൾ, ദുബായിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ചൈന മാർക്കറ്റുകൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഇങ്ങനെ ഒരു കോഫിയുടെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഷോപ്പുകളൊക്കെ കണ്ടു. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ അത്രയേ ഉള്ളൂ.